വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റ് കഴിഞ്ഞു, കറണ്ട് ഡെപ്പോസിറ്റ് കഴിഞ്ഞു, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലാസ് കാണുക കേട്ടോ. പിന്നെ ബാക്കി വരുന്ന ഡെപ്പോസിറ്റ്സ് ഏതൊക്കെയാണ്, അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. BSBDA BSBDAൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. സ്മോൾ അക്കൗണ്ട് വിത്ത് എ വ്യൂ ടു മേക്കിംഗ് ദ ബേസിക് ബാങ്കിങ് ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ എ മോർ യൂണിഫോം മാനർ അക്രോസ് ബാങ്കിങ് സിസ്റ്റം. BSBDA അക്കൗണ്ട്സ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. എന്താ പറയുന്നത്? ഒരു സ്മോൾ അക്കൗണ്ട് ആണ് കേട്ടോ ഇത്. ബേസിക് ബാങ്കിങ് ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്മോൾ അക്കൗണ്ട് ആയിട്ടാണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ BSBDAനെ നമ്മൾ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ പാർട്ടായിട്ട് വന്നതാണ് BSBDA എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എന്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണത്. ദിസ് അക്കൗണ്ട് ഈസ് പ്രൈമർലി മെൻറ്റ് ഫോർ പുവറർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ടു എൻകറേജ് ദം ടു സ്റ്റാർട്ട് സേവിങ് ഹസിൽ ഫ്രീ. എന്താ പറയുന്നത്? പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്, ഇങ്ങനെയൊരു അക്കൗണ്ട്. ദീസ് അക്കൗണ്ട്സ് വെർ കോൾഡ് നോ ഫ്രിൽസ് അക്കൗണ്ട് ലോഞ്ച്ഡ് ബൈ RBI ഇൻ 2005. 2005 RBI ഇത് കൊണ്ടുവന്നത്. എന്താ ഇതിൻ്റെ പേരെന്താണെന്ന് പറയുന്നത്? നോ ഫ്രിൽസ് അക്കൗണ്ട് എന്നായിരുന്നു. But now called a basic savings bank deposit account by RBI from 2012. 2012 മുതൽ ഇത് ബേസിക് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് BSBDA അക്കൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് മുമ്പ് 2005 ഇത് എന്തായിരുന്നു അറിയപ്പെട്ടത്? നോ ഫ്രിൽസ് അക്കൗണ്ട് എന്നാണ് അറിയപ്പെട്ടത്. ഇത് ലോഞ്ച് ചെയ്തത് ആരാണ്? RBI ആണ് ഇത് ലോഞ്ച് ചെയ്തത് കേട്ടോ. Banks were required to convert the existing no frills account into BSBDA. ഏതെങ്കിലും ബാങ്കിൽ നോ ഫ്രിൽസ് അക്കൗണ്ട് ആയിട്ടാണുള്ളതെങ്കിൽ അതിന് എന്ത് ചെയ്തിരിക്കണം? കൺവേർട്ട് ചെയ്തിരിക്കണം. BSBDA അക്കൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ദീസ് അക്കൗണ്ട് ഷാൽ നോട്ട് ഹാവ് എനി മിനിമം ബാലൻസ്. മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എവിടെയായിരുന്നു മിനിമം ബാലൻസ് വേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ എന്ത് പിടിക്കും? പീനൽ ചാർജ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കറണ്ട് അക്കൗണ്ടിനാണ് കേട്ടോ. നോ റിക്വയർമെൻറ്റ് ഫോർ എനി ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഫോർ ഓപ്പണിങ് എ BSBDA. എന്താ പറയുന്നത്? ഇനീഷ്യൽ ഡെപ്പോസിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ബാങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദിസ് അക്കൗണ്ട് ഈസ് നോട്ട് ചാർജ്ഡ് ഫോർ നോൺ ഓപ്പറേഷൻ ഓഫ് അക്കൗണ്ട്. ഇപ്പം ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, ആക്റ്റീവ് അല്ല എന്ന് വിചാരിക്കുക, ഇതിന് ചാർജൊന്നും പിടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നോ ചെക്ക് ബുക്ക് ഫെസിലിറ്റീസ് അവൈലബിൾ ടു ദീസ് അക്കൗണ്ട് ഹോൾഡർ. ചെക്ക് ബുക്ക് ഇല്ല. ചെക്ക് ബുക്ക് ഇല്ലാത്ത വേറൊരു അക്കൗണ്ടും കൂടി ഉണ്ടായിരുന്നു. അത് ഏതായിരുന്നു? ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് കേട്ടോ. BSBDA അക്കൗണ്ട് ഓഫർ പാസ്ബുക്ക് ഫെസിലിറ്റി. പക്ഷെ എന്ത് കൊടുക്കുന്നുണ്ട്? പാസ്ബുക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫെസിലിറ്റേറ്റ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക് ബ്രാഞ്ചസ് ആസ് വെൽ ആസ് ATMs. ATMൽ പോയിട്ടും ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ടും എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റും വിഡ്രോവലൊക്കെ നടത്താമെന്നാണ് പറയുന്നത്. നോ ലിമിറ്റ് ഇൻ ദ നമ്പർ ഓഫ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് എന്തില്ല? ലിമിറ്റ് ഇല്ല. എത്ര ഡെപ്പോസിറ്റ് വേണമെങ്കിലും നടത്താം. ബട്ട് എ മാക്സിമം ഓഫ് 4 വിഡ്രോവൽ ഇൻ എ മന്ത് ഇൻക്ലൂഡിങ് ATM. പക്ഷെ വിഡ്രോ ചെയ്യുന്നത് 4 തവണ മാത്രമേ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു ലിമിറ്റേഷൻ പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എത്ര തവണ വിഡ്രോ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മന്തിൽ ATM കൂടെ ചേർത്തിട്ട് 4 തവണ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എത്ര തവണ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. ആൻ ഇൻഡിവിജ്വൽ ഈസ് എലിജിബിൾ ടു ഹാവ് ഓൺലി 1 BSBDA ഇൻ 1 ബാങ്ക്. ഒരു ബാങ്കിൽ ഒരാൾക്ക് ഒരു BSBDA അക്കൗണ്ട് മാത്രമേ പാടുള്ളൂ. BSBDA അക്കൗണ്ട് ഹോൾഡേഴ്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ ഓപ്പണിംഗ് എനി SB അക്കൗണ്ട് ഇൻ ദാറ്റ് ബാങ്ക്. എന്ത് ചെയ്യാൻ പറ്റില്ല? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. BSBDAൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇഫ് എ കസ്റ്റമർ ഹാസ് എനി അതർ എക്സിസ്റ്റിംഗ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ ദാറ്റ് ബാങ്ക്, he or she will be required to close it within 30 days from the date of opening a BSBDA account. അപ്പോൾ എന്താ പറയുന്നത്? നമ്മളൊരു BSBDA അക്കൗണ്ട് തുടങ്ങി, പക്ഷെ അവിടെ മറ്റൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ
നമ്മളിപ്പോൾ പുതിയ തുടങ്ങിയ BSBD അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ അത് ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. BSBD account holder are eligible to open term or fixed deposit, recurring deposit, etc. account in the banks where one holds BSBDA. BSBD ഉള്ള ആൾക്കാർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം? ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ? ചെക്ക് ബുക്ക് ഫെസിലിറ്റി ഇല്ല, അതെവിടെയില്ല? ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇല്ല. ഇനി പാസ്ബുക്ക് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് എവിടെ ഇല്ല? ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇല്ല കേട്ടോ. ഇനി ലിമിറ്റ് ഉണ്ട്. വിഡ്രോ ചെയ്യുന്നതിന് 4 തവണ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഡെപ്പോസിറ്റ് എത്ര തവണ വേണമെങ്കിലും നടത്താം. The BSBDA would be subject to provisions of PML Act and Know Your Customer norms issued by RBI. RBI ഇഷ്യൂ ചെയ്ത KYC നോംസും അതേപോലെ തന്നെ PML ആക്ട് ഒക്കെ പ്രകാരമായിരിക്കും BSBDA വർക്ക് ചെയ്യുക. മണി ലോണ്ടറിങ് ആക്ട് ആട്ടോ PML എന്ന് പറഞ്ഞാൽ. ഇനി BSBDA can also be opened with simplified KYC norms and such accounts will be treated as BSBDA small account. BSBDA സ്മോൾ അക്കൗണ്ട് ആയിട്ട് കണക്കാക്കുന്നത് KYC നോംസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാതെ സിംപ്ലിഫൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് BSBDA സ്മോൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി BSBDA സ്മോൾ അക്കൗണ്ട് വുഡ് ബി സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സ്മോൾ അക്കൗണ്ട് ആണെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റ്സ് ഇൻ സച്ച് അക്കൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് 1 lakh ഇൻ എ ഇയർ. 1 ലക്ഷം രൂപയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വർഷം കൂടാൻ പാടില്ല. ടോട്ടൽ ക്രെഡിറ്റ്സ് 1 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. മാക്സിമം ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് 50,000 അറ്റ് എനി ടൈം. ബാങ്കിലെ ബാലൻസ് 50,000-ൽ ഒരിക്കൽ പോലും കൂടാൻ പാടില്ല. ടോട്ടൽ ഡെബിറ്റ്സ് ബൈ വേ ഓഫ് ക്യാഷ് വിഡ്രോവൽസ് ആൻഡ് ട്രാൻസ്ഫർ വിൽ നോട്ട് റുപ്പീസ് 10,000 ഇൻ എ മന്ത്. അപ്പം വിഡ്രോ ചെയ്യുന്ന എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടൊക്കെ 10,000-ൽ കൂടാൻ പാടില്ല. ഒരു മാസം 10,000-ൽ കൂടാൻ പാടില്ല. ഇനി റെമിറ്റൻസ് ഫ്രം അബ്രോഡ് കനോട്ട് ബി ക്രെഡിറ്റഡ് ടു സ്മോൾ അക്കൗണ്ട്സ് വിതൗട്ട് കംപ്ലീറ്റിംഗ് നോർമൽ KYC ഫോർമാലിറ്റീസ്. എന്താ പറയുന്നത്? ഇപ്പം അബ്രോഡിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഒക്കെ ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ സ്മോൾ അക്കൗണ്ടിൽ പറ്റില്ല. KYC നോംസ് ഒക്കെ ചെയ്തിട്ടുള്ള BSBDA സ്മോൾ അക്കൗണ്ടിൽ പറ്റില്ല. KYC നോംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള BSBDA അക്കൗണ്ടിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്മോൾ അക്കൗണ്ട് ആണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? 1 ലക്ഷം രൂപയിൽ ഒരു വർഷം ടോട്ടൽ ക്രെഡിറ്റ്സ് കൂടാൻ പാടില്ല. പിന്നെ 50,000 രൂപയിൽ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? മാക്സിമം ബാലൻസ് കൂടാൻ പാടില്ല. പിന്നെ 10,000 രൂപയിൽ കൂടുതൽ ഒരു മാസം വിഡ്രോ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റില്ല. പിന്നെ റെമിറ്റൻസ് അബ്രോഡിൽ നിന്ന് വരുന്ന എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അപ്പോൾ BSBDA കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ഫ്ലെക്സി ഡെപ്പോസിറ്റ് ആണ്. ഫ്ലെക്സി ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു പേരാണ് ഹൈബ്രിഡ് ഡെപ്പോസിറ്റ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് സേവിങ്സ് അക്കൗണ്ട്, 2-in-1 അക്കൗണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻ അക്കൗണ്ട്, ഫ്ലെക്സിബിൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇത്രയാണ് ഫ്ലെക്സി ഡെപ്പോസിറ്റിൻ്റെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൻ്റെ മറ്റ് പേരുകളാണ്. ഹൈബ്രിഡ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് സേവിങ്സ് അക്കൗണ്ട്, 2-in-1 അക്കൗണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻ അക്കൗണ്ട്, ഫ്ലെക്സിബിൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട്, എക്സെട്ര. This deposit is the combination of fixed and demand deposit. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് എന്തിനെ പറയുന്നത്? ഫ്ലെക്സി ഡെപ്പോസിറ്റിനെ പറയുന്നത് കേട്ടോ. ഇനി ദ ഡെപ്പോസിറ്റർ എൻജോയ്സ് ദ ബെനിഫിറ്റ് ഓഫ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഓൾസോ ഗെറ്റ് ഹൈ ഇൻട്രസ്റ്റ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. എന്താ പറയുന്നത്? ഈ ഫ്ലെക്സി ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ പോലെ എല്ലാ ബെനിഫിറ്റ്സും എൻജോയ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പോലെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. അതാണ് ഫ്ലെക്സി ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത. എ ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹാസ് 2 features that effectively combine the benefit of demand and ഫിക്സഡ് ഡെപ്പോസിറ്റ്. അത് തന്നെയാണ് പറയുന്നത്. രണ്ടിൻ്റെയും കൂടെ ഫീച്ചേഴ്സ് ചേർന്നതാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും. ഡിമാൻഡ് എന്ന് പറയുന്നത് സേവിങ്സും കറണ്ടൊക്കെ വരാം, അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ചേർന്നതാണ്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ചേർന്നതാണ് ഫ്ലെക്സി ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഡെപ്പോസിറ്റ്.
ഓക്കെ. ഇനി അടുത്തത് എൻഡോമെൻറ്റ് ഡെപ്പോസിറ്റാണ്. എൻഡോമെൻറ്റ് ഡെപ്പോസിറ്റ്സ് ആർ മെൻറ്റ് ഫോർ മീറ്റിംഗ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് എക്സ്പെൻസസ് ആൻഡ് അതർ പർപ്പസ് ഓഫ് ദെയർ ചിൽഡ്രൻ. മെയിനായിട്ട് എൻഡോമെൻറ്റ് ഡെപ്പോസിറ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ വരാം. PYQലൊക്കെ ഉണ്ടാവലുണ്ട്. മീറ്റിംഗ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ്റെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മാരേജിൻ്റെ എക്സ്പെൻസസിന് വേണ്ടിയിട്ടൊക്കെയാണ് എൻഡോമെൻറ്റ് ഡെപ്പോസിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അടുത്തത് ഹോം സേഫ് ഡെപ്പോസിറ്റ്. ദിസ് സ്കീം എയിംസ് അറ്റ് പ്രൊമോട്ടിംഗ് സേവിങ്സ് ഹാബിറ്റ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ സേവിങ്സ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോം സേഫ് ഡെപ്പോസിറ്റ് കൊണ്ടുവന്നത്. അണ്ടർ ദിസ് സ്കീം എ സ്മോൾ സേഫ് ഈസ് അപ്ലൈഡ് ടു ദ ഡെപ്പോസിറ്റർ ടു കീപ് ഇറ്റ് അറ്റ് ഹോം ആൻഡ് ടു പുട്ട് ഹിസ് ഓർ ഹെർ സ്മോൾ സേവിങ്സ് ഇൻ ഇറ്റ്. Periodically, the safe is taken to the bank where the amount available in the safe is credited to his account. ഹോം സേഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ സേഫ് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് അവരുടെ സേവിങ്സ് ഒക്കെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക സേഫിൻ്റെ അകത്ത്. എന്നിട്ട് പീരിയോഡിക്കലി എന്ത് ചെയ്യും, ബാങ്ക് വന്നിട്ട് ഇത് കളക്ട് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് ഹോം സേഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് പിഗ്മി ഡെപ്പോസിറ്റ് ആണ്. പിഗ്മി ഡെപ്പോസിറ്റ് എങ്ങനത്തെയാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡെയിലി ഡെപ്പോസിറ്റ് ആണ് പിഗ്മി ഡെപ്പോസിറ്റ് കേട്ടോ. സ്കീം ഇൻട്രൊഡ്യൂസ് ടു ഹെൽപ്പ് ഡെയിലി വേജസ് ഏണേഴ്സ്, സ്മോൾ ട്രേഡേഴ്സ്. ഡെയിലി വേജസ് ഏണേഴ്സിനൊക്കെയാണ് ഡെയിലി ഡെപ്പോസിറ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ ഡെയിലി ഉള്ള ആൾക്കാരെ നോക്കിയിട്ടാണ് പിഗ്മി ഡെപ്പോസിറ്റ് ആരംഭിച്ചത്. ടു പ്രൊമോട്ട് സേവിങ് ഹാബിറ്റ്സ് ആൻഡ് by way of funding their bigger capital requirement such as weddings or purchase of homes or vehicle. എന്തിനു വേണ്ടിയൊക്കെയാണ്, സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിഗ്മി ഡെപ്പോസിറ്റും മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്, വലിയൊരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഒന്നെങ്കിൽ വെഡ്ഡിങ്സ്, പിന്നെ പർച്ചേസ് ഓഫ് ഹോം, ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട്, വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പിഗ്മി ഡെപ്പോസിറ്റ് യൂസ് ചെയ്യുക. ആസ് പെർ ദിസ് സ്കീം മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഓൺ ഡെയിലി ബേസിസ്. ഡെയിലി ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുക. പിഗ്മി ഡെപ്പോസിറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക്. ക്വസ്റ്റ്യൻ വരാം, ഏത് ബാങ്കാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഈ സിൻഡിക്കേറ്റ് ബാങ്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. പിഗ്മി syndicate bank. Pigmy deposit is a recurring deposit scheme. Even small amount can be deposited on a daily basis. അപ്പം ഇതൊരു റെക്കറിങ് ഡെപ്പോസിറ്റ് സ്കീമാണെന്നാണ് പറയുന്നത്. നമ്മൾ റെക്കറിങ് ഡെപ്പോസിറ്റ് എന്താണെന്ന് പഠിച്ചത്, മന്ത്ലി എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ പിഗ്മി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. അടുത്തത് miscellaneous deposit. These are varied deposit schemes of commercial bank to suit the convenience of different kinds of people. പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് സ്കീമുകളാണ് മിസ്സലേനിയസ് ഡെപ്പോസിറ്റിൽ വരുന്നത്. ചിൽഡ്രൻസ് ഗിഫ്റ്റ് പ്ലാന്, ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് വിത്ത് പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പോളിസി എക്സെട്ര. ഇനി അടുത്തത് ഡിമാറ്റ് അക്കൗണ്ടാണ്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മീൻസ് ഡീമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ഫോർ ഡീലിംഗ് ഷെയർസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് കൊണ്ടുവരുന്നത് കേട്ടോ. ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്. ഡിമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഇൻറ്റു ഇലക്ട്രോണിക്കൽ ഫോം. ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഫിസിക്കൽ ഷെയർ ആണിത്. മെയിനായിട്ട് ഷെയർസ് ഡീൽ ചെയ്യുന്നതാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഈ ഫിസിക്കൽ ഷെയറിനെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിമെറ്റീരിയലൈസേഷൻ എന്ന് പറയും. മേക്കിംഗ് ഇറ്റ് ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് ആക്സസ് ദം ഫ്രം എനിവെയർ. വൺസ് കൺവേർട്ടഡ് ദ ഷെയർ ആർ ഹെൽഡ് ഇൻ ഡിമാറ്റ് അക്കൗണ്ട്. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവുക. ഇൻവെസ്റ്റേഴ്സ് മസ്റ്റ് ഫിൽ ഔട്ട് എ ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം ആൻഡ് സബ്മിറ്റ് ഇറ്റ് ഇൻക്ലൂഡിംഗ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് ടു ഡിമെറ്റീരിയലൈസ് ഫിസിക്കൽ സെക്യൂരിറ്റീസ്. ഇവരെന്ത് ചെയ്യുന്നു, ഒരു ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം ഉണ്ടാവും, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ദ ഷെയർസ് വിൽ ബിക്കം ഇൻ്റർചേഞ്ചബിൾ, ഐഡൻറ്റിക്കൽ ആൻഡ് ഫഞ്ചബിൾ അസറ്റ് ആഫ്റ്റർ ഡിമെറ്റീരിയലൈസേഷൻ. ഈ ഡിമെറ്റീരിയലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഫിസിക്കൽ ഷെയർസിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത് ഇൻ്റർചേഞ്ചബിൾ അല്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിറ്റിക്കലാണ്, ഫഞ്ചബിൾ അസറ്റ് ആയിട്ടാണ് പറയുന്നത്. വെൻ യു ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട് യു ആർ ഓപ്പണിംഗ് വൺ വിത്ത് എ സെൻട്രൽ ഡെപ്പോസിറ്ററി. സെൻട്രൽ ഡെപ്പോസിറ്ററിയിൽ
ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായാലും. ലൈക്ക് ദ സെൻട്രൽ ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ആരൊക്കെ അതിൻ്റെ അകത്ത് വരുന്നത്? നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് NSDL-ഉം CDSL-ഉം ആണ്. NSDL-ന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചോ, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. അതുപോലെ തന്നെ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. മറ്റേ സർവീസസ് ആട്ടോ, മറ്റടുത്ത് സെക്യൂരിറ്റി ആയിരുന്നു, ഇവിടെ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. A depository is an organization which holds securities like shares, debentures, bonds, government securities, mutual funds, units, etc. of investors in electronic form at the request of the investors. Depository എന്ത് ചെയ്യും? സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യും. എങ്ങനെ? ഇലക്ട്രോണിക് ഫോമിലായിരിക്കും ഹോൾഡ് ചെയ്യുക. These depositories appoint a agent called a depository participant. Depository participant എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻറ്റിനെ DP ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. who act as a link between depository and client. ഡെപ്പോസിറ്ററിയും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ടായിരിക്കും ഈ DP ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് പ്രവർത്തിക്കും. അടുത്തത് കാസ ഇമ്പോർട്ടൻ്റ് ആണ്. കാസേൻ്റെ ഫുൾ ഫോം ചോദിക്കാം, PYQ-ൽ വന്നിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ആണ് കാസ എന്ന് പറഞ്ഞാൽ. കാസ മീൻസ് കറണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. ദീസ് ആർ ഡിമാൻഡ് ലയബിലിറ്റീസ്. ആവശ്യമുള്ളപ്പം എന്ത് ചെയ്യണം? ബാങ്ക് കസ്റ്റമർക്ക് റിട്ടേൺ കൊടുക്കുന്നതാണ് ഡിമാൻഡ് ലയബിലിറ്റി ആണെന്ന് പറയാൻ കാരണം. ദസ് ബാങ്ക്സ് പ്രൊവൈഡ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ടു കാസ ഡെപ്പോസിറ്റ്. കാസ ഡെപ്പോസിറ്റിന് ലോ ഇൻട്രസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. The profitability of banks depends upon the volume of CASA deposit. ഇത് ക്വസ്റ്റ്യൻ വരാം. പ്രോഫിറ്റബിലിറ്റി ഓഫ് ബാങ്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ കാസ ഡെപ്പോസിറ്റിൻ്റെ വോളിയം അനുസരിച്ചായിരിക്കും. കാസ ഡെപ്പോസിറ്റ് മീൻസ് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടുന്നതുകൊണ്ടാണ് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഹൈ കോസ്റ്റ് ഡെപ്പോസിറ്റ് ഏതായിരുന്നു? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഹൈ കോസ്റ്റ് ഡെപ്പോസിറ്റ്. ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്നത് കാസ ഡെപ്പോസിറ്റ് ആയിരിക്കും. അടുത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, CD. CD means certificate of deposit. It is a short-term deposit instrument offered by commercial bank and financial intermediaries permitted by RBI. RBI കൊണ്ടുവന്നതാണ്, പെർമിറ്റ് ചെയ്തതാണിത്. ഒരു ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ് ആണ് കേട്ടോ. It offers an interest rate premium in exchange for the customer agreeing to leave a lump sum deposit untouched for a set period of time. ഒരു ടൈമിലേക്ക് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ്, ഇനി ഇൻട്രസ്റ്റ് റേറ്റ് നല്ലോണം കിട്ടും. CD are short term deposit. ഇത് ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ് ആണ്. ഇൻസ്ട്രുമെന്റ് വിത്ത് എ മെച്യൂരിറ്റി ഡ്യൂറേഷൻ റേഞ്ചിങ് ഫ്രം 7 days to 1 year. 7 ദിവസം തൊട്ട് 1 വർഷം വരെയാണ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കേട്ടോ. ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക് മിനിമം 1 year ആൻഡ് മാക്സിമം 3 years ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സ്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണെങ്കിൽ 1 year തൊട്ട് 3 years വരെ കേട്ടോ. Amount minimum 5 lakh and in multiples of 5 lakh. 5 lakh ആണ് മിനിമം amount. Thereafter CD is negotiable unsecured money market instrument issued by banks. It is issued in demat form as an issuance promissory note. Issued in demat ഫോമിലായിരിക്കും CD ഉണ്ടാവുക. The scheme was introduced by RBI in July 1989. 1989 RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ് എന്ത്? CD അല്ലേ. The object is to widen the range of money market instrument and to provide higher flexibility to investors for investing their surplus money for the short term. അവർക്ക് എന്ത് ചെയ്യാം? ഒരു ഷോർട്ട് പീരിയഡിലേക്ക് അവരുടെ സർപ്ലസ് ആയിട്ടുള്ള മണി ഇൻവെസ്റ്റ് ചെയ്യാം. മണി മാർക്കറ്റിനെ റേഞ്ച് വൈഡൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് പറയുന്നത്. ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആയിട്ടാണ് എന്തിനു പറയുന്നത്? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് പ്രൊവൈഡ്സ് ഇൻവെസ്റ്റേഴ്സ് വിത്ത് എ ഫിക്സഡ് റിട്ടേൺ ആൻഡ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഒരു ഫിക്സഡ് റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റർ അല്ലേ. ഇറ്റ് ഈസ് എ പർട്ടിക്കുലർലി അട്രാക്റ്റീവ് ടു risk averse investors who are looking for a safe and a reliable investment option. ഒരു സേഫ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ എന്തിനാ പറയുന്നത്? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിനെ പറയുന്നത്.
ഇനി സം കീ ഫീച്ചേഴ്സ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. CD-ൻ്റെ ഫിക്സഡ് ടൈം ആണ്. ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് എ ടൈം ഡെപ്പോസിറ്റ്, മീനിങ് ഇറ്റ് ഹാസ് എ ഫിക്സഡ് ടൈം വിത്ത് എ റേഞ്ച് ഫ്രം എ ഫ്യൂ വീക്സ് ടു സെവറൽ ഇയേഴ്സ്. നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് 7 ദിവസം തൊട്ട് എത്ര വരെ 1 ഇയർ വരെയാണ് ടൈം എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു ഫിക്സഡ് ടൈം ആയിരിക്കും, ഒരു ഫിക്സഡ് പീരിയഡിലേക്കായിരിക്കും. ദ ഇൻവെസ്റ്റേഴ്സ് cannot withdraw the fund before the time ends without incurring penalty. നമുക്ക് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാലയളവിന് മുന്നേ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ടാവും. അല്ലാത്ത കേസിൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, ഗ്യാരണ്ടീഡ് റിട്ടേൺ ആയിരിക്കും, ഡിമെറ്റീരിയലൈസ്ഡ് ഫോം ആയിരിക്കും. അതിൽ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫേഴ്സ് എ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് വിച്ച് ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദ time of issuance and remains constant for the time of the deposit. ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്തിന് കിട്ടും? CD-ക്ക് കിട്ടും. ഗ്യാരണ്ടീഡ് റിട്ടേൺ. ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫേഴ്സ് എ ഗ്യാരണ്ടീഡ് റിട്ടേൺ as the bank or financial institution promises to pay a specific amount at the end of the term. ഒരു എമൗണ്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ അവസാനം കിട്ടും അല്ലേ. നേരത്തെ ആദ്യമേ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് തന്നെയായിരിക്കും കിട്ടുക. ദിസ് പ്രൊവൈഡ് ഇൻവെസ്റ്റേഴ്സ് വിത്ത് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് പ്രഡിക്റ്റബിലിറ്റി. Dematerialized form. A certificate of deposit is issued and held in a dematerialized form, which means it is electronically recorded and traded. This reduces the risk of loss or theft and make it easier to trade. ഇലക്ട്രോണിക്കൽ ഫോമിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ട്രേഡ് നടത്തുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി വേണ്ട. റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ലോസ് ഓർ തെഫ്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് അല്ലെ ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നുള്ള ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു. എല്ലാവരും നല്ലോണം പഠിക്കുക. അപ്പം ഈ ക്ലാസ് കണ്ടവർ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടാവും, ആ ക്ലാസ് കണ്ടിട്ട് ഇത് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.